السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، عن صفية رضي الله عنها قالت: دخل علي رسول الله صلى الله عليه وسلم وبين يدي 4000 نواة أسبح بهن، فقال: يا بنت حيي، ما هذا؟ قلت: أسبح بهن. قال: قد سبحت منذ قمت على رأسك أكثر من هذا. قلت: علمني يا رسول الله. قال: قولي سبحان الله عدد ما خلق من شيء. മഹദിയായ സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്: ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിൽ വന്നു. ആ സമയത്ത് എൻ്റെ മുമ്പിൽ 4000 ഈത്തപ്പഴക്കുരുക്കൾ ഉണ്ടായിരുന്നു. ഞാൻ അവ ഉപയോഗിച്ച് തസ്ബീഹ് ചൊല്ലുകയായിരുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: യാ ബിൻത ഹുയൈ, ഹുയൈന്റെ മകളെ, മാ ഹാദാ, ഇതെന്താണ്? അപ്പൊ ഖുൽതു, ഞാൻ പറഞ്ഞു: ഉസബ്ബിഹു ബിഹിന്ന, ഇവകൾ കൊണ്ട്, ഈത്തപ്പഴക്കുരു കൊണ്ട് തസ്ബീഹ് ചൊല്ലുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഖദ് സബ്ബഹതു മുൻദു ഖുംതു അലാ റഅസികി അക്തറ മിൻ ഹാദാ, നിന്റെ തലക്കരികിൽ വന്നു നിന്നതിന് ശേഷം ഞാൻ ഇതിനേക്കാൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ ഖുൽതു, ഞാൻ പറഞ്ഞു: അല്ലിംനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കത് പഠിപ്പിച്ചു തന്നാലും. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: നയ്യ് പറഞ്ഞോ, സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ മിൻ ഷൈഅ, അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന മുഴുവൻ വസ്തുക്കളുടെ എണ്ണത്തിനും തുല്യമായി ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ മിൻ ഷൈഅ എന്ന് നീ പറഞ്ഞോ. ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ്യ ബീവിയുടെ അടുക്കലേക്ക് ചെന്നു. സഫിയ്യ ബീവിയുടെ മുന്നിൽ ഈത്തപ്പഴക്കുരുവുണ്ട്, 4000 ഈത്തപ്പഴക്കുരുവുണ്ട്. ആ ഈത്തപ്പഴക്കുരു എന്താണ് എന്ന് ചോദിച്ചു. എന്തിനാണ് ഇത്രയും ഈത്തപ്പഴക്കുരു എന്ന് ചോദിച്ചപ്പോൾ, ഓരോ ദിക്ർ ചൊല്ലുമ്പോൾ എണ്ണം പിടിക്കാൻ ഈത്തപ്പഴക്കുരുവാണ് ഉപയോഗിച്ചത്. നമ്മൾ തസ്ബീഹ് മാല ഉപയോഗിക്കുന്നില്ലേ? തസ്ബീഹ് മാലക്ക് പകരം സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിക്ർ ചൊല്ലിയാൽ ഒരു ഈത്തപ്പഴക്കുരു ഇങ്ങോട്ട് മാറ്റി വെക്കും. അങ്ങനെ 4000 ദിക്ർ ചൊല്ലി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഞാൻ വന്നിട്ട് അല്പസമയമേ ആയിട്ടുള്ളൂ. ഈ അല്പസമയം കൊണ്ട് നിന്റെ തലക്കരികിൽ നിന്നുകൊണ്ട് ഈ 4000-നേക്കാൾ വലിയത് ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഈ 4000 തസ്ബീഹിനേക്കാൾ കൂടുതൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അതായത്, ചില വചനങ്ങൾ പറഞ്ഞാൽ രാപ്പകൽ നിരന്തരമായി ദിക്ർ ചെയ്താലും അതിന്റെ പ്രതിഫലത്തോളം എത്തുകയില്ല. അങ്ങനെയുള്ള ചില ദിക്റുകളുണ്ട്. നമുക്കൊക്കെ നമ്മുടെ മശായിഖന്മാർ തന്ന ദിക്റുകൾ, അതിൻ്റെയൊക്കെ വണ്ണവലിപ്പങ്ങൾ നാം മനസ്സിലാക്കിയതിനേക്കാളും വലുതാണ്. അതിൻ്റെ മഹത്വം നമുക്ക് അറിയില്ല. സാധാരണ നാം മനസ്സിലാക്കിയതുപോലെയും അല്ല. അതുകൊണ്ട് കിട്ടിയ അഅ്മാലുകളുമായി മശായിഖിന്റെ പൊരുത്തത്തോടെ ജീവിക്കാൻ, മശായിഖിന്റെ ഖദമിൽ സുബൂത്താവാൻ, മശായിഖിനോടൊപ്പം നാളെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കേവർക്കും ഭാഗ്യം നൽകി, തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.